താങ്കളോട് പറയാനുള്ളത്, ഇന്ന് കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ പുറത്തു പോകുന്നില്ല ഒരു 50 ഇരട്ടി ടൂറിസ്റ്റുകളെ ഇന്ത്യക്ക് വെളിയിൽ വിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിന് ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സിന് എന്ത് ചെയ്യണം? അങ്ങനെ ഏറ്റവും നല്ല ടൂർ ഓപ്പറേറ്റേഴ്സിന് താങ്കളുടെ രീതിയിൽ വർഷത്തിലൊരു അവാർഡോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള ഒന്ന് ചിന്തിക്കണം. ഇതുപോലെ താങ്കളെ പറ്റി കേരളത്തിൽ പലരും ചിന്തിക്കുന്നുണ്ട്, താങ്കളൊരു വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ ഒരു ടൂറിസം മന്ത്രിയോ ആകണമെന്ന് ആഗ്രഹിച്ചാൽ താങ്കൾ എന്ത് ചെയ്യാൻ സാധിക്കും? താങ്കളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? താങ്കൾ എന്ത് ചെയ്യും? അതുപോലെ ടൂറിസ്റ്റുകൾ കേരളത്തിലോട്ട് എനിക്ക് വെനീസ് കാണാനൊരു അവസരം കിട്ടിയിരുന്നു. വെനീസ് താങ്കൾക്കും അറിയാം, ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഒരു ദിവസം അവിടെ വരുന്നതാണ്. അതുപോലെ ഒരു 10 ലക്ഷം ടൂറിസ്റ്റുകളും കേരളത്തിൽ വരാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? താങ്കളുടെ വിലയേറിയ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. ഈ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട്, പലതും മറന്നുപോയി. ഒന്ന്, ഞാൻ മന്ത്രിയാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഞാനിപ്പോൾ ആളുകളുടെ കയ്യടിയും സ്നേഹവും സ്വീകരിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് അസൂയ മൂത്ത ആളുകളാണ് പറയുന്നത്. ഞാൻ മന്ത്രിയായ ആ ദിവസം നാട്ടുകാർ മുഴുവൻ തെറി പറഞ്ഞു തുടങ്ങിക്കോളും. എന്നെ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ മാത്രമല്ല എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ കുടുംബാംഗങ്ങളെയും വരാനിരിക്കുന്ന തലമുറകളെയും നിരന്തരം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് ആസ്വദിക്കാമെന്നും കരുതി നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ആ കൈ വെച്ചാൽ മതി, അപ്പണിക്ക് ഞാനില്ല. പിന്നെ അവാർഡ് കൊടുക്കുന്ന കാര്യം, ഞാനും ചെറിയ ടൂർ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ തോതിൽ. അപ്പം ഞാൻ വിളിച്ച് മറ്റ് കമ്പനികൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ആളുകൾ വിചാരിക്കില്ലേ ഇതെന്തോ അഭ്യാസമാണെന്ന്. തീർച്ചയായിട്ടും അത് നല്ലൊരു ആശയമാണ്. ഈ ടൂറ് നടത്തുന്ന കമ്പനികൾക്ക് അല്ലെങ്കിൽ പോലും ടൂറ് യാത്ര ചെയ്തിട്ട് യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും ക്രിയേറ്റീവായി യാത്രകൾ ചെയ്ത, സാഹസികമായി യാത്രകൾ ചെയ്ത, വ്യത്യസ്തമായ യാത്രകൾ ചെയ്ത യാത്രികർക്കെങ്കിലും നല്ലൊരു അവാർഡ് കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാരണം യാത്ര ചെയ്തത് കൊണ്ട് മാത്രമായില്ല, ആ യാത്ര ചെയ്തത് കൊണ്ട് നാടിന്, സമൂഹത്തിന്, അറ്റ്ലീസ്റ്റ് ആ യാത്ര ചെയ്ത ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരിണാമം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കണം അതിൻ്റെ ഒരു മാനദണ്ഡം. പിന്നെ വേറെ ഏറ്റവും അവസാനം ചോദിച്ചെന്തായിരുന്നു? ചോദിച്ച ആളെന്നെ മറന്നു. പിന്നെ ഞാൻ കേരളത്തിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളത്. യെസ്, കേരളത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം, അത് കേരള സമൂഹം തിരിച്ചറിയേണ്ട കാര്യമാണ്. കേരളത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ എത്ര തുടങ്ങാൻ സാധിക്കുമോ അത്രയും തുടങ്ങാൻ അനുവാദം കൊടുക്കുക, അതിനുള്ള അവസരം കൊടുക്കുക, നമ്മൾ സഹകരിച്ചു കൊടുക്കുക. പലരുടെയും ധാരണ വിദേശത്ത് പോയി ഒരു പരസ്യം ചെയ്താൽ ടൂറിസ്റ്റുകൾ ഇങ്ങ് വരുമെന്നാണ്. കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിദേശയാത്ര നടത്തിയിട്ടുള്ളവരാണ്, നിങ്ങൾ വിദേശയാത്ര നടത്തിയത് ആരെങ്കിലും രാജ്യത്തിന്റെ പരസ്യം കണ്ടിട്ടാണോ? അല്ല, ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സാണ് നിങ്ങളെ കൊണ്ടുപോയത്. ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് നിങ്ങളെ കൊണ്ടുപോയെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്തേക്ക് പോകാൻ 2 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും വേണ്ടിയിരുന്നത്. ഒന്ന്, അവിടേക്ക് പോകാനുള്ള എയർലൈൻ. 2, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് താമസിക്കാൻ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി, ഹോട്ടലുകളും റിസോർട്ടുകളും ഉൾപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചർ. ഈ 2 സാധനങ്ങളില്ലാത്ത ഒരു നാട്ടിലേക്കും ഒരാളും വരാൻ പോകുന്നില്ല. കേരളത്തിലേക്ക് എത്ര ലക്ഷം ടൂറിസ്റ്റുകൾ വേണമെന്ന് അങ്ങ് പറഞ്ഞു, 10 ലക്ഷം പേരെ കൊണ്ടുവരണമെന്ന്. അങ്ങ് ആദ്യം ചെയ്യേണ്ടത് ഈ 10 ലക്ഷം പേർക്ക് കിടക്കാനുള്ള മുറി ഉണ്ടാക്കി കൊടുക്കല, അല്ലാതെ ഇവരെ കൊണ്ടുവന്ന് എവിടെയാണ് കിടത്തുക? അപ്പൊ ഇതാണ് ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കാനും കിടക്കാനുമുള്ള ഹോട്ടൽ മുറികൾ ഇടിച്ചു നിരത്തിയിട്ട് അത് വരുന്നതിനെതിരെ പ്രതിഷേധിച്ചിട്ട് ടൂറിസം വളരണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആദ്യം വരേണ്ടത് എന്താണ്? ഒരു നാട്ടില് ടൂറിസം വളരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ. ഒരു ടൂറിസ്റ്റിന് അടിസ്ഥാനപരമായി വേണ്ട ഏറ്റവും, കടലിൽ നീന്തിക്കടന്നു വന്നാലും ഒരു രാത്രി കിടന്നുറങ്ങാൻ മുറി വേണ്ടേ? 2, നിങ്ങൾ ഇന്ത്യയിലേക്ക് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഇവിടുത്തെ ഒരു അഡ്രസ്സാണ്, അല്ലേ? നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന, നിങ്ങൾക്ക് താമസിക്കാൻ അക്കോമഡേഷൻ തരുന്ന അഡ്രസ്സ് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളൊരു വിമാനത്തിൽ ഇമിഗ്രേഷനിൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അഡ്രസ്സാണ്. അപ്പൊ ഈ ഫെസിലിറ്റി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കണം. അതിന് കൃത്യമായ നിയമങ്ങളും നയങ്ങളും വേണം. അതുണ്ടാക്കി ടൂറിസം വളരാനുള്ള അവസരം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ
ഈ നാട്ടിൽ ചരിത്രമുണ്ടെങ്കിൽ, സംസ്കാരമുണ്ടെങ്കിൽ, കാണാനുള്ള വകയുണ്ടെന്ന് സായിപ്പിനോ വിദേശികൾക്കോ ചൈനക്കാരനോ ജപ്പാൻകാരനോ തോന്നിയാൽ തീർച്ചയായും വരും. ഈ ഫെസിലിറ്റി ഇല്ലാതെ ആളെ കിട്ടില്ല. ഫെസിലിറ്റികൾ ഉണ്ടാക്കുകയാണ് ഏറ്റവും പ്രധാനം. ഫെസിലിറ്റി ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, കേരളത്തിലേക്ക് ഇന്ന് വരുന്ന ടൂറിസ്റ്റുകൾ അവരിൽ ബഹുഭൂരിപക്ഷവും വരുന്നത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ട്രേഡ് ഫെയറുകളിൽ പോയി അവിടുത്തെ ട്രാവൽ ഏജന്റ്, ടൂർ ഓപ്പറേറ്റേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി അവിടെ നിന്ന് ആളുകളെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വലിയ പ്രോപ്പർട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടി തന്നെ മാർക്കറ്റ് ചെയ്യുക അവരുടെ. അപ്പോൾ അങ്ങനെ ആളുകൾ കേരളത്തിലേക്ക് വരും. അങ്ങനെയാണ് ടൂറിസം വളരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യം.